ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്കിടെ സിപിഎമ്മിന്റെ ക്രിമിനൽ സംഘം അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണ വേഷം ധരിച്ച കുട്ടികൾക്ക് നേരെ, ഗോപിക വേഷം ധരിച്ച പെൺകുട്ടികൾക്ക് നേരെ ഉൾപ്പെടെയാണ് അക്രമമുണ്ടായിട്ടുള്ളത്. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ ടാബ്ലോ സെറ്റ് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു എന്ന് മാത്രമല്ല, ഗോപിക വേഷം ധരിച്ച പെൺകുട്ടിയുടെ കുത്തിനു പിടിച്ച് ചെവിക്കല്ലടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. സിപിഎമ്മിന്റെ ക്രിമിനൽ സംഘങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടത്താൻ അനുവദിക്കില്ല, ആ മണ്ണിൽ ശോഭായാത്ര അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെമ്മാടിത്തം കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭാരതത്തിലുടനീളം ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയുണ്ടായി. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി നരിപ്പറ്റയിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ആഘോഷത്തിനിടയിലേക്കാണ് CPM-ന്റെ നേതൃത്വത്തിലുള്ള അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നതെന്നാണ് കോഴിക്കോട് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രഫുൽ കൃഷ്ണ പറയുന്നത്. അവിടെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് ഘോഷയാത്ര, നിശ്ചല ദൃശ്യം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടക്കുമ്പോഴാണ് അതിനിടയിലേക്കാണ് ഇത്തരം അക്രമകാരികൾ യാതൊരുവിധ കാരണവുമില്ലാതെ രാമഭക്തിഗാനം, കൃഷ്ണഭക്തിഗാനം, ഇത്തരം ഭക്തിഗാനങ്ങൾ പാടുകയും അവർ നാമം ജപിച്ചു കൊണ്ടുപോകുന്ന കുട്ടികളുടെ ഇടയിലേക്കാണ് ഈ അക്രമികൾ അഴിഞ്ഞാടി എന്ന് തന്നെ വേണം, ആയുധങ്ങളുമായിട്ടാണ് വന്നെന്നാണ് പറയുന്നത്. ഇത്രയും കൊച്ചുകുട്ടികൾ, 1 വയസ്സ് തൊട്ട് മുതിർന്ന കുട്ടികൾ വരെ ബാലഗോകുലത്തിൽ 1 വർഷം പോയി പഠിച്ച പാഠങ്ങളും അതെല്ലാമായിട്ട് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച്, ജന്മാഷ്ടമിയോടനുബന്ധിച്ച് നാട് നീളെ ഘോഷയാത്ര നടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വൈകുന്നേരത്ത് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. CPM-ന്റെ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരൊക്കെയാണ് ഇതിന്റെ ഈ ആക്രമണത്തിന് മുൻകൈ എടുത്തതെന്നാണ് പ്രഫുൽ കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഈ അക്രമികളിൽ നിന്നും പരിക്കേറ്റ കുട്ടികളും പ്രായമായവരും ഒക്കെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സ. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ ക്രിമിനലുകളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കണം. മാരകായുധങ്ങളുമായിട്ടാണ് ആ ക്രിമിനൽ സംഘം ശോഭായാത്രയിൽ അഴിഞ്ഞാടിയിട്ടുള്ളത്. ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുള്ള, ഗോപസ്ത്രീ വേഷം കെട്ടിയിട്ടുള്ള ആളുകളെ മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തിരിക്കുന്നത്. അത്ര ഗുരുതരമായിട്ടാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെ CPM തുടർച്ചയായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുകയാണ്. CPM നേതൃത്വം മറുപടി പറയണം. ഈ കോഴിക്കോട് ജില്ലയിലെ CPM-ന്റെ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയിട്ടാണോ ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങൾ അഴിഞ്ഞാടിയത് എന്ന് CPM നേതൃത്വം മറുപടി പറയണം. ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിച്ച CPM നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി BJP മുന്നോട്ട് വരുമെന്ന് അറിയിക്കുകയാണ്. ഇത്തരത്തിൽ എന്താണ് ഈ വിരളി പൂണ്ടുന്നത്? ഭാരതമൊട്ടുക്ക് ഇത്തരത്തിൽ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് ഈ നടക്കുന്നത്. ഈ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. പക്ഷേ മുൻകാലങ്ങളിലൊന്നും ഇവർക്ക് അസഹിഷ്ണുതയും അത് ശരിയല്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിക്കാരാണ് ഇപ്പോൾ. ഇന്ന് തന്നെ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ജന്മാഷ്ടമിക്ക് ആശംസകൾ അർപ്പിക്കുകയുണ്ടായി. എന്നിട്ടും ഈ അണികളും പ്രവർത്തകരും ഇത്രയും കലിപൂണ്ട് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. എന്തായാലും കുട്ടികളും മുതിർന്നവരുമുള്ള ഉള്ളവരുടെ ആ ഇടയിലേക്ക് പാഞ്ഞു കയറി നിരായുധരായിട്ട് പ്രാർത്ഥനാ ഗാനമായിട്ട് പോകുന്നവരുടെ ഇടയിലേക്കാണ് പാഞ്ഞു കയറി ഇത്തരം ആക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുമെന്നാണ് BJP-യുടെ ജില്ലാ പ്രസിഡന്റായ പ്രഫുൽ കൃഷ്ണ പറയുന്നത്. അവരുടെ എല്ലാവരും, ജനങ്ങളെല്ലാം നോക്കി നിരായുധരായിട്ട് അവർ ലഹരിക്ക് അടിമപ്പെട്ടവരാണ്, എന്താണ് സാമാന്യ യുക്തിബോധമില്ലാത്തവരാണ്. എന്തിനാണ് ഇത്തരത്തിൽ കുട്ടികളും ആയിട്ട് പോകുന്ന ഇത്തരം ഘോഷയാത്രയ്ക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നത്? വിഷമകരവും ദുഃഖകരവുമായ ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും ഇത്തരം അക്രമത്തിൽ നിന്ന് പിന്മാറട്ടെ. കുട്ടികളെ ഉപദ്രവിക്കുന്നിടത്തു നിന്നും, അല്ലെങ്കിൽ ഇത്തരം ഘോഷയാത്രയിൽ അസഹിഷ്ണുത പൂടുന്ന ആരാണെങ്കിലും അതിൽ നിന്ന് അവർക്ക് മാറ്റം ഉണ്ടാകട്ടെ. കർമ്മ ന്യൂസ്, രാമഭദ്രൻ.